എങ്ങനെ വീട് ഇഷ്ടായോ? ഏതാണ് വീട്? ഇത് തന്നെ. ഓ, പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളോ? അതെ, വേണ്ടത്ര സുരക്ഷിതത്വമില്ല. എന്ന് വെച്ചാൽ കുറ്റവാളികളുടെ സ്ഥിരമായ ആക്രമണത്തെ ചെറുക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സ്ഥിരമായ ആക്രമണോ? ഞങ്ങളുടെ ജോലി എത്രമാത്രം അപകടം പിടിച്ചാണെന്ന് ഒരുപക്ഷെ സാറിന് അറിയില്ലായിരിക്കാം. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായില്ലേ? ഇനിയും അത് തുടരും. അതുകൊണ്ടാ പറയുന്നത്, ഈ വീടിന് ചുറ്റും ശക്തമായ ഒരു മതിൽ വേണം. മാത്രമല്ല, അകത്തിരുന്നാൽ പുറത്തെന്താണ് നടക്കുന്നതെന്ന് സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു ടിവിയും അതിൻ്റെതായിട്ടുള്ള ക്യാമറയും. ഈ വീടിന് മതിൽ കെട്ടുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഈ നാട്ടിലെ സിഐഡികളൊക്കെ എങ്ങനെ കഴിയുന്നു? മിസ്റ്റർ മേനോൻ, മതില് വൈകുന്നേരത്തിന് മുമ്പ് കെട്ടി തന്നാ മതി. മിസ്റ്റർ രാംദാസ്, വളരെ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത വീടാണിത്. മതില് കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണ്ട. സിഐഡി മിസ്റ്റർ രാംദാസ്, എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മിസ്റ്റർ മേനോൻ, മതിലിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യൂ, നല്ല 5-6 പോലീസ് നായ്ക്കളെ ഈ വാതിലെടുത്ത് കൊണ്ടുവന്ന് കിട്ടിയിടൂ. സത്യമായിട്ടും ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. അക്രമികളെ പട്ടികൾ നേരിടട്ടെ. അമേരിക്കയെ പറ്റി എന്താ നിങ്ങളുടെ ധാരണ? ഈ പട്ടി ഉറക്കെ ഒന്ന് കുറച്ചാൽ അയൽവക്കത്തുള്ള ആളുകൾ ന്യൂസൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. അപ്പൊ പിന്നെ പട്ടിയും പോവും, ന്യൂസൻസിനുള്ള നഷ്ടപരിഹാരം വേറെ. അപ്പൊ ഞങ്ങളുടെ സുരക്ഷിതത്തിന് ഇവിടെ എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്? പറയൂ. അത് നിങ്ങളെ അയച്ചോട് ചോദിക്കണം. സാറ് പറഞ്ഞതാ കറക്റ്റ്. വിജയ, ശരിക്കും ബഹളത്തിനും സമയം തരാം. എല്ലാം ഓർമ്മയുണ്ടല്ലോ. താങ്കൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് സാർ കൈമലർത്തി കാണിച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ ആരോട് ഏറ്റിട്ടില്ല. അത് കറക്റ്റ്. ഓക്കെ ഓക്കെ. വളരെ വളരെ പുരോഗമിച്ച ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇന്ത്യയിലെ പോലെ കുറ്റവാളികൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒന്നും ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യും? എന്നാ എനിക്കറിയാം. മറ്റൊരു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. ആ ഹെലികോപ്റ്റർ ആരോടിക്കും? എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഓ, അങ്ങനെ. ഈ കുറ്റവാളികൾ ഹെലികോപ്റ്ററിൽ തന്നെ രക്ഷപ്പെട്ടോണമെന്നില്ലല്ലോ. അവരൊരു ബോട്ടിലാണ് പോകുന്നെങ്കിലോ? ഞാൻ ഈ ബോട്ട് കൊണ്ടത് ഈ മുറ്റത്ത് കെട്ടിയിടണോ? ഹെലികോപ്റ്റർ. നിന്റെ ഇളിഞ്ഞ ഈ ചിരിയുണ്ടല്ലോ, അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി എന്റെ കാല് നക്കിക്കൊണ്ടിരുന്ന ഒരു വാലാട്ടിപ്പട്ടിക്ക് യോജിച്ചല്ല. ഓക്കെ, എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്താ ആഫ്രിക്കൻ അടിമയോ? അല്ല, അടിമയേക്കാൾ വളഞ്ഞൊരു നട്ടലുമായി നീ എന്റെ മുമ്പിൽ നിന്നത് ഓർമ്മയുണ്ടല്ലോ. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം. ദാസ, ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു CID ആണ്. ഒരു CID മറ്റൊരു CIDയെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ CIDകളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് നീ മനസ്സിലാക്കാത്തത് എന്ത്? ആ CID കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്, ഞാൻ അംഗമല്ല. നീ അംഗമാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല, CIDകളുടെ ചില ആഭ്യന്തര കാര്യങ്ങൾ, ബുദ്ധിപരമായ ചില തർക്കങ്ങൾ. ഓക്കെ മിസ്റ്റർ മേനോൻ, വീട്ടിനകത്തെ സുരക്ഷാ ഏർപ്പാടുകൾ പരിശോധിക്കാൻ സമയമായി. മിസ്റ്റർ വിജയൻ, നമ്മുടെ ചർച്ച കുറച്ച് കഴിഞ്ഞാവാം. നമുക്ക് അകത്തേക്ക് നീങ്ങാം. ഇന്ത്യക്കാരുടെ വീടാണ്. ഇന്ത്യക്കാരുടെ? ഞങ്ങളുടെ ചെലവിലേക്ക് നീക്കി വെച്ച 5 ലക്ഷം എപ്പോ തരും സാർ? ഈ ട്രാൻസാക്ഷന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അറിയിച്ചാ മതി. അക്കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ മതി. ഇന്റീരിയർ സെക്യൂരിറ്റി പറ്റി ഞാനൊന്ന് പരിശോധിക്കട്ടെ. എനിക്കും പരിശോധിക്കണം. ഇതാര് വലിച്ച സിഗരറ്റാണ്? മുമ്പ് ആരോ വലിച്ച സിഗരറ്റാണ്. സാറായിരുന്നോ?
ഞാൻ കരുതിയ ഏതെങ്കിലും ശത്രുക്കളായിരിക്കുമെന്ന്. മണ്ണാകട്ട ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കിയല്ലേ. ഐ എം സോറി, റിയലി സോറി.